Hello dears, welcome all to today's class. Dears, today we are analyzing the 39th class SSLC English. SSLC Englishലെ 39ാമത്തെ പാഠത്തിൻ്റെ അനാലിസിസാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം അതിൽ ചർച്ച ചെയ്യുന്നത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ സ്പീച്ചിൻ്റെ ട്രാൻസ്ക്രിപ്റ്റാണ് നമുക്കറിയാം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. 3rd മുതൽ 5th വരെയുള്ള പാരഗ്രാഫുകളാണ്. കാര്യങ്ങളൊക്കെ അതിലുണ്ട്, നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, ഷാൾ വി മൂവ് ഓൺ? ഡിയേഴ്സ്, യു റിമെമ്പർ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച്? ഓർമ്മണ്ടല്ലോ ആദ്യത്തെ പാർട്ട്? ഡോണ്ട് യു? വാട്ട്സ് ഇറ്റ്? വാട്ട്സ് ദ നെയിം ഓഫ് ദ സ്പീച്ച്? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഹു ഇസ് ദ സ്പീക്കർ? ആരാ സ്പീക്കർ? ആരാ? ചിമാമാന്ത എങ്കോസി ആഡിച്ചി. നിങ്ങൾക്കറിയാത്. വാട്ട് ഡസ് ഷീ ടെൽ us? എന്താ അവർ പറയുന്നത്? അതിൻ്റെ തീം എന്താണ്? She tells the stories that helped her to find her authentic identity. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന പഠിക്കാനാണ്, തീമാണ്. She wants that the single story creates stereotypes, and the problem with the stereotypes is not that they are untrue, but that they are incomplete. They make one story become the only story. അറിയാലോ, become the only story. അറിയാലോ. Now dears, what have we learned in the first part? എന്താ ആദ്യം നമ്മൾ 2 പാരഗ്രാഫ് പഠിച്ചത്? എന്താണ്? Let us see it. See, Chimamanda Ngozi Adichie opens a speech telling about the books she read. അവർ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്ന അവർ സ്പീച്ച് തുടങ്ങുന്നത്. ആദ്യം സ്റ്റോറി ടെല്ലറാന്ന് പറഞ്ഞു, അതിന് ശേഷം ഏർലി റൈറ്ററാന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുന്നത്. എന്നിട്ടോ, when she started reading at the age of 4, she read mostly British and American books for children. കുട്ടികൾക്ക് വേണ്ടിയുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ ബുക്കുകളാണ് അവൾ 4ാമത്തെ വയസ്സ് വായിക്കാൻ തുടങ്ങിയത്. ആൻഡ് വെൻ ഷി ബിഗാൻ ടു റൈറ്റ്, ഷീ റോട്ട് എക്സാക്ട്ലി ദി കൈൻഡ് ഓഫ് സ്റ്റോറി ഷി വാസ് റീഡിങ്. അവൾ വായിക്കുന്ന അതേ തരത്തിലുള്ള കഥയാണ് അവൾ എഴുതി തുടങ്ങിയത്. അവൾ എഴുതാൻ ആരംഭിച്ചപ്പോൾ ഓൾ ദ ക്യാരക്ടേഴ്സ് വർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐറ്റ്. എങ്ങനത്തെ ക്യാരക്ടേഴ്സായിരുന്നു അവളുടെ കഥയിൽ ഉണ്ടായിരുന്നത്? വെളുത്ത നീല കണ്ണുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ, പിന്നെ അമേരിക്കൻ, ബ്രിട്ടീഷ് കഥാപാത്രങ്ങളാണ്. ദേ പ്ലേഡ് ഇൻ ദ സ്നോ, എയ്റ്റ് ആപ്പിൾസ് ആൻഡ് ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് വെദർ. അവർ മഞ്ഞിൽ കളിച്ചു, ആപ്പിൾ തിന്നു, അതുപോലെ തന്നെ ഒരുപാട് കാലാവസ്ഥയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ബട്ട് ഇൻ നൈജീരിയ ദേ ഡിഡ് നോട്ട് ഹാവ് സ്നോ. നൈജീരിയയിൽ മഞ്ഞില്ല, അവർ മാങ്ങയെ തിന്ന. ആൻഡ് ദേ വർ നോ നീഡ് ടു ടോക്ക് അബൌട്ട് ദ വെദർ. കാലാവസ്ഥയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അവിടെ ആദ്യം ചൂടാണ്, നമുക്കറിയുന്നതാണ് ആ കാര്യങ്ങളൊക്കെ. സ്റ്റിൽ ഷീ ബിലീവ് ദാറ്റ് ബുക്സ് ഹാഡ് ടു ബി ലൈക്ക് ദാറ്റ്. പിന്നെ പക്ഷേ അവർ വിശ്വസിച്ചിരുന്നത് ബുക്ക് അതുപോലെ തന്നെ ആവണം എന്നാണ്. ഇറ്റ് വാസ് എ സിംഗിൾ സ്റ്റോറി ദാറ്റ് ഷീ ഹാഡ്. അത് പിന്നെ അവിടെ കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വിശ്വസിച്ചിരുന്നത് ബുക്ക് അങ്ങനെ തന്നെ ആവണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായിരുന്നു അവർക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള, ബുക്കുകളെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി. ഇവിടെ നമ്മൾ എത്തിയത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഷാൾ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്? ഓക്കെ, certainly we can move on. Please look at the picture. Who is this? Do you know him? See? What do you see there? Who is this? ആരാ അത്? What's his role in the life of speaker? ഈ സ്പീക്കറെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്? വി ഹാവ് സീൻ ദാറ്റ് ഈസ് അബൌട്ട് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. ബുക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറിയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് നമുക്കറിയാം. വാട്ട് മേ ബി അതർ സ്റ്റോറീസ്? വേറെ എന്തെല്ലാം സ്റ്റോറീസ് ആയിരിക്കും അവർ നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ടാവുക? ഒരുപാട് പേഴ്സണൽ സ്റ്റോറീസ് അവർ പറയുന്നുണ്ട്. വേറെ എന്താ ഉണ്ടാവുക? ഓക്കെ, വി ക്യാൻ റീഡ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. വി ക്യാൻ ലേൺ എവറിത്തിങ് അബൌട്ട് ഇറ്റ്. വായിച്ചു നോക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. കൂടെ വായിക്കണേ. What this shows, I think, is how impressionable and vulnerable we are in the face of a story, particularly as children. Because all I had read were books in which characters were foreign. I had become convinced that books by their very nature had to have foreigners in them and had to be about things with which I could not personally identify. Now things changed when I discovered African books. There weren't many of them available, and they weren't quite as easy to find as foreign books. But when I read Chinua Achebe and Kamaralai, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature.
I started to write about things I recognized. I loved the American and British books I read. They stirred my imagination and opened up new worlds for me. But African writers saved me from having a single story of what books are. I come from a conventional middle class Nigerian family. My father was a professor. My mother was an administrator, and so we had, as was the norm, living domestic help who would often come from nearby rural villages. So, the year I turned 8, we got a new houseboy. His name was Fide. The only thing my mother told us about him was that his family was very poor. My mother sent yams and rice and are all close to his family. And when I didn't finish my dinner, my mother would say, "Finish your food. Don't you know? People like Fide's family have nothing." So I felt enormous pity for Fide's family. Then one Saturday we went to his village to visit, and his mother showed us a beautifully patterned basket of dyed raffia that his brother had made. I was startled. It had not occurred to me that anybody in his family could actually make something. All I had heard about them was how poor they were, so that it had become impossible for me to see them as anything else but poor. Their poverty was my single story of them. നല്ല കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൂടെ വായിച്ചിട്ടുണ്ടാവും. ഐ തിങ്ക് യു ഗോട്ട് നേരത്തെ ചോദിച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതാരാന്ന് മനസ്സിലായിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ മറ്റെന്ത് സ്റ്റോറിയാണ് പറയുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നൗ യു ട്രൈ ടു നെയിം 2 ആഫ്രിക്കൻ റൈറ്റേഴ്സ്. 2 ആഫ്രിക്കൻ റൈറ്റേഴ്സിൻ്റെ പേര് പറയാൻ ശ്രമിക്കുക. നമ്മൾ അതിലുണ്ട്, ബുക്ക് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ, നോക്കി നമുക്ക് പറയാം. ഹൗ ഡിഡ് ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഹെൽപ്പ്? എങ്ങനെയാണ് അമേരിക്കൻ ബ്രിട്ടീഷ് ബുക്കുകൾ അവരെ സഹായിച്ചത് ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. വാസ് എ ഫാമിലി, അങ്ങനത്തെ ഫാമിലി ആയിരുന്നു അവരത്. വെൻ ഡിഡ് ഫിദെ കം ടു ഹെർ ഹൗസ്? എപ്പോഴാണ് ഫിദെ വന്നത്? വാട്ട് ഡർ മദർ ടെൽ ഹർ അബൌട്ട് ഹിസ് ഫാമിലി? എന്താ ഫിദേൻ്റെ കുടുംബത്തെക്കുറിച്ച് അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തത്? എന്താ ഉത്തരം മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. റൈറ്റ്, ലെറ്റ് us know more about it. ഇതിൻ്റെ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ചർച്ച ചെയ്യട്ടോ. ഇനി പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. വാട്ട് ആർ ദീസ് പാരഗ്രാഫ്സ് അബൌട്ട്? എന്തിനെക്കുറിച്ചാണ് ഈ പാരഗ്രാഫുകളിലുള്ളത്? ആദ്യ പാരഗ്രാഫുകൾ നമുക്കറിയാം സിംഗിൾ സ്റ്റോറി ഓഫ് ബുക്സ് ആണ്. പിന്നത്തെ 3rd പാരഗ്രാഫ് അതുമായിട്ട് ബന്ധമുള്ള എന്താണ് അതിൽ പറയുന്നത്? അടുത്ത പാരഗ്രാഫുകൾ എന്താ ഉള്ളത്? അതെന്ത് സിംഗിൾ സ്റ്റോറിയാണ്? വാട്ട് ഈസ് ദ സിംഗിൾ സ്റ്റോറി ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട്? വി ക്യാൻ റീഡ് ദ പാരഗ്രാഫ് അഗെയിൻ സൈലൻ്റ്ലി, നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ടു. ഒന്ന് ഒച്ചുണ്ടാവാറ് മനസ്സിറ്റി വായിക്കട്ടെ, മനസ്സിറ്റി വായിക്കണേ. റൈറ്റ്, പോസ് ചെയ്ത് വായിക്കുക, ബുക്ക് നോക്കി വായിക്കുക, നിർത്തിയിട്ട് ബുക്ക് നോക്കി വായിച്ചാലും മതി. റൈറ്റ്, ഓക്കെ. നൗ ഐ തിങ്ക് you can answer the scaffolding questions. There are 3 questions from that part. First one is, how did Adichie feel when she read books authored by Achebe and Eng-lane? 4th question, how did American British book help her in her writing? What do you think the Westerners often talk about weather whenever they meet? Why was Adichie startled when she visited Fide's village? എഴുതി നോക്കൂട്ടോ, നിങ്ങൾ എഴുതി നോക്കുന്നൊരു ചർച്ച ചെയ്യാം. അഷേബയുടെ എല്ലാവരുടെയും പുസ്തകം വായിച്ചപ്പോൾ എന്താണ് അവർക്ക് തോന്നിയത്? വെൻ ഷീ റെഡ് ഷിൻവ അഷേബെ ആൻഡ് ഖമറാലെ ഷീ realized that people like her, girls with skin the color of chocolate, whose skinny hair could not form ponytails, could also exist in literature. അവളെ പോലുള്ള പിന്നെ ചോക്ലേറ്റിൻ്റെ നിറമുള്ള അതുപോലെ തന്നെ ചുരുണ്ട മുടിയുള്ള പോണിറ്റൈൽ പോലെ മുടിയാക്കാൻ പറ്റാത്ത, അത് പിന്നെ വളഞ്ഞ മുടിയാകുമ്പോൾ അങ്ങനെ ആക്കാൻ കഴിയില്ല, നമുക്ക് കാണാം പോണിറ്റൈൽ എന്താണെന്നൊക്കെ, ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കും സാഹിത്യത്തിൽ നിലനിൽക്കാൻ പറ്റുമെന്നാണ് അവൾ മനസ്സിലാക്കിയത്. റെഡിയല്ലേ? ഇങ്ങനെ അമേരിക്കൻ പുസ്തകങ്ങൾ അവർ സഹായിച്ചത്, അമേരിക്കൻ 2 കാര്യം ചെയ്തു. ഒന്ന്, സ്റ്റിർഡ് ഹെർ ഇമാജിനേഷൻ, അവരുടെ ഭാവനയെ ഉണർത്തിയത് മാത്രമല്ല, ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ് ഫോർ ഹെർ. റെഡിയാണല്ലോ, പുതിയ ലോകം തുറന്നു കൊടുത്തു. ഇനി എന്തുകൊണ്ടായിരിക്കും വെസ്റ്റേണേഴ്സ് ചിന്തിക്കുക? കാരണം വെസ്റ്റേണേഴ്സ് ഓഫൻ ടോക്ക് about weather whenever they meet scenes that may be all they have to talk about as it is very cold. ശ്രദ്ധിക്കേണ്ടത്, ആ ഉത്തരങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തിട്ടോ, ഞാൻ ഒന്ന് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. തണുപ്പായതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളൊരു കാര്യം അതായതുകൊണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതാവണമെന്ന് ഞങ്ങൾക്ക് വേറെ എഴുതി എഴുതാം. ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനാണ്, ഞാൻ ഒന്ന് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും അവിടെ തണുപ്പാണ്, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ട്. റെഡി അല്ലേ? വൈ വാസ് Adichie startled when she visited Fide's village? എന്തുകൊണ്ടാണ് അവൾ ഞെട്ടിപ്പോയത്?
Adishi's mother told her that Fideh was extremely poor, വളരെ പാവാന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, and his family members couldn't do anything. But when Adichi visited his family, she saw a beautifully patterned basket of dyed raffia that his brother had made. The party was her single story of them. അറിയാലോ, മനസ്സിലായിട്ടാണ്, വിശദീകരിക്കണമെന്നില്ല. അവിടെ പോയപ്പോൾ അവളുടെ ബ്രദർ ഉണ്ടാക്കിയ പിന്നെ അവൻ്റെ ബ്രദർ ഉണ്ടാക്കിയൊരു വളരെ ഭംഗിയുള്ള റാഫിയെ കൊണ്ടുണ്ടാക്കിയൊരു പിന്നെ കൊട്ട കാണുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ള അവളുടെ എക്സ്പെക്റ്റേഷന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അവൾ അത്ഭുതപ്പെടാൻ കാരണം. റെഡിയല്ലേ? വളരെ ക്ലിയർ അല്ല, നമുക്ക് എഴുതി എടുക്കേണ്ടതെന്ന് അറിയാലോ. നെക്സ്റ്റ് സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാരഗ്രാഫുകൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് വാക്കുകളൊന്ന് കാണാം. ഇംപ്രഷനബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്വാധീനിക്കുന്ന എന്നാണ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ ഒരു അപകടകരമായ അവസ്ഥയിലുള്ള എന്നാണ്. പെട്ടെന്ന് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ മോശമായി ബാധിക്കുന്ന എന്നാണ്. കൺവിൻസ്ഡ് എന്ന് പറഞ്ഞാൽ അസർട്ടൈൻഡ്, ബോധ്യപ്പെട്ട എന്നൊക്കെയുള്ള സെൻസാണ്. ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിനാണ് ഐഡൻറ്റിഫൈ എന്ന് പറയാം. കിങ്കി എന്ന് പറഞ്ഞാൽ കേളി ആൻഡ് റൗണ്ട് എന്നാണ്. പിന്നെ ചുരുണ്ട വട്ടത്തുള്ളതിനാണ് എന്ത് പറയുക, കേളി എന്ന് പറയാം. പോണിറ്റെയിൽ എന്ന് പറഞ്ഞാൽ എ ഹെയർ സ്റ്റൈൽ ഇൻ വിച്ച് ഹെയർ ഹാങ്സ് ലൈക്ക് എ ഹോസ് ടെയിൽ, ഹോസിൻ്റെ ടൈൽ പോലെ മുടി തൂക്കിയിരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തൽക്കാലം മാത്രം റബ്ബറിട്ട് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്, നമുക്കത് കാണാതെ. ഇതാണ് കിങ്കി ഹെയർ, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. റെഡിയല്ലേ? ആൻഡ് ദിസ് ഈസ് പോണിറ്റെയിൽ. ഇങ്ങനെ വെക്കുന്ന കുതിരൻ്റെ വാല് പോലെ ആക്കുന്നതിനാണ് പോണിറ്റെയിൽ എന്ന് പറയാം. ക്ലിയർ അല്ലേ? പോയിക്കൂടെ, നമുക്കിത് സിമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. വാട്ട് ദിസ് ഷോസ് ഐ തിങ്ക് ഇസ് ഹൗ ഇംപ്രഷനബിൾ ആൻഡ് വൾണറബിൾ വി ആർ. വളരെ നല്ല രീതിയിൽ അവർ പറഞ്ഞു തരും നമുക്ക്. എന്താ അത് കാണിക്കുന്നത്? അതായത് അവർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം തന്നെ വന്നു, അവരെ ബോധ്യം എങ്ങനെയായി. ലിറ്ററേച്ചറാണോ അതിൽ ബ്രിട്ടീഷ് അമേരിക്കൻ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ യൂറോപ്യൻ അമേരിക്കൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളത് അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞു അവിടെ മനസ്സിൽ. അത് കാണിക്കുന്നത് എന്താ? അവർ പറയാണ്, ഐ തിങ്ക് അവർ ചിന്തിക്കുന്നത് ദാറ്റ് ഈസ് ഹൗ ഇംപ്രഷനബിൾ ആൻഡ് എത്ര പെട്ടെന്നാണ് നമ്മൾ കാര്യങ്ങൾ സ്വാധീനിക്കുക എന്നുള്ളതും, ആൻഡ് വൾണറബിൾ വി ആർ, എത്ര വളരെ പെട്ടെന്ന് അപകടകരമായ രീതിയിലുള്ളൊരു പെട്ടെന്ന് ബാധിക്കുന്നതിനെ വൾണറബിൾ എന്ന് പറയുക. അപകടാവസ്ഥയിലുള്ള സെൻസാണ്. ഫിസിക്കലി മെൻ്റലി ഹർട്ട് ചെയ്യുന്ന എന്നുള്ള സെൻസാണ്, പെട്ടെന്ന് ഹർട്ട് ചെയ്യുന്ന രീതിയിലാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ അപകടാവസ്ഥയിലാണ് നമ്മൾ. അപകടം എന്ന് പറഞ്ഞാൽ ഡേഞ്ചറുള്ള സെൻസ് അല്ല കേട്ടോ, മനസ്സിലായിട്ട് നമുക്ക് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇത്തരം സ്റ്റോറികളുടെ മുഖത്ത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പെർട്ടിക്കുലർലി അസ് ചിൽഡ്രൻ, പ്രത്യേകിച്ചും കുട്ടികളാകുമ്പോൾ. അതിൻ്റെ ആശയം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുട്ടികളാകുമ്പോൾ ആദ്യം ആരാണെങ്കിലും പല കഥകൾ നമ്മൾ മീഡിയയിൽ വരുന്ന കുറേ കഥകളുണ്ട്. ആ കഥകളൊക്കെ 199 പലതും കളവാന്നൊക്കെ തന്നെ അതിനെക്കുറിച്ചിട്ട് ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളും കാര്യം പറയും. പക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളെ സ്വാധീനിക്കും അത്തരം വാർത്തകൾ. മാത്രമല്ല അത് വളരെ അപകടകരമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ നമ്മളത്ര അങ്ങനെ ഒരു അപകടകരമായ രീതിയിലുള്ളൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ കുട്ടികളുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. കുട്ടികൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കാണുന്നതൊക്കെ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? റെഡിയല്ലേ? പിന്നെ നമ്മൾ വൾണറബിൾ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നുണ്ട്. റെഡിയല്ലേ? നെക്സ്റ്റ്, ബിക്കോസ് ഓൾ ഐ ഹാഡ് റെഡ് വെർ ബുക്സ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് വെർ ഫോറിൻ. അവർ വായിച്ച പുസ്തകങ്ങൾ എന്ത് മാത്രമേ ഉള്ളൂ, ഫോറിനേഴ്സ് മാത്രം, അന്യ വിദേശികൾ മാത്രമുള്ള കഥാപാത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഐ ഹാഡ് ബിക്കം കൺവിൻസ്, അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെടുകയാണ് എന്താ, ദാറ്റ് ബുക്സ് ബൈ ദെയർ വെരി നേച്ചർ, പുസ്തകം അതിൻ്റെ പ്രകൃതിയാൽ തന്നെ എങ്ങനെ ആവണം, ഹാഡ് ടു ഹാവ് ഫോറിനേഴ്സ് ഇൻ ദം, അതിൽ ആരുണ്ടാവാൻ പറ്റുള്ളൂ, അതതിൻ്റെ പ്രകൃതമാണ്, ആ വിദേശികൾ ഉണ്ടാകാൻ പാടുള്ളൂ. ആൻഡ് ഹാഡ് ടു ബി അബൌട്ട് തിങ്സ് വിത്ത് വിച്ച് ഐ കുഡ് നോട്ട് പേഴ്സണലി ഐഡൻറ്റിഫൈ, എനിക്ക് വ്യക്തിപരമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ആവണം അതിലുണ്ടാവേണ്ടത് എന്നാണ് ആദ്യകാലത്ത് അവർക്കുണ്ടായിരുന്ന ധാരണ. അതാണ് ബുക്കുകളെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി. അപ്പം മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ് ആണ്. ശ്രദ്ധിക്കണം. അങ്ങനെ 4 സിംഗിൾ സ്റ്റോറി അതുള്ളത്, അങ്ങനെ പഠിക്കാൻ എളുപ്പമുണ്ടാവും, ഓർക്കാൻ എളുപ്പമുണ്ടാവും. റെഡിയല്ലേ? നൗ തിങ്സ് ചേഞ്ച്ഡ്. അപ്പം അതിനെങ്ങനെയാണ് രക്ഷപ്പെട്ടത്, സിംഗിൾ സ്റ്റോറിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇപ്പം കാര്യങ്ങൾ മാറി. വൻ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്, എന്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ആഫ്രിക്കൻ ബുക്സ് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ദർ വെർ ഇൻ മെനി ഓഫ് ദം അവൈലബിൾ, ഒരു പാഠനമൊന്നും കിട്ടാണ്ടായിരുന്നില്ല ആ സമയത്ത്. മാത്രമല്ല ദേ വർ ക്വൈറ്റ് ആസ് ഈസി ടു ഫൈൻഡ് ആസ് ഫോറിൻ ബുക്സ്, ഫോറിൻ ബുക്കുകളെ പോലെ തന്നെ എന്തായിരുന്നില്ല, പിന്നെ വ്യാപകമായിരുന്നില്ല, ഏതല്ലെങ്കിൽ കിട്ടാനുള്ള എളുപ്പമായിരുന്നില്ല. ഫോറിൻ ബുക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അമേരിക്കൻ ബ്രിട്ടീഷ് ആധിപത്യം, അല്ലെ ബ്രിട്ടീഷ് ആധിപത്യ സ്ഥലങ്ങളാണ് തോന്നിയുണ്ടായിരുന്നത്. അമേരിക്ക എല്ലായിടത്തും കൂടി അറിയപ്പെടുത്തുണ്ടായ രാജ്യം, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതൊക്കെ. അപ്പോൾ എന്തായാലും ആ ബ്രിട്ടീഷ് അവർ ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ അവരെ കൾച്ചർ പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരെ പുസ്തകങ്ങളും കൾച്ചറും അവരുടെ പിന്നെ സാഹിത്യങ്ങളൊക്കെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, നമുക്ക് അറിയത്. അതുപോലെ തന്നെ അവരെ കുറ്റാന്വേഷണത്തെക്കുറിച്ച് വലിയ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്തരം നോവലുകളൊക്കെ, അങ്ങനെ ഷെർലക് ഹോംസൊക്കെ എല്ലാ സ്ഥലത്തും പ്രസിദ്ധനാകുന്നു.
എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രത്തോളം വ്യാപകമായിരുന്നില്ല ആര് ആഫ്രിക്കൻ പുസ്തകങ്ങൾ. റെഡിയല്ലേ? ബട്ട് വെൻ ഐ റെഡ് ഷിനുവ അഷേബെ ആൻഡ് ഖമറാലെ, 2 ആഫ്രിക്കൻ റൈറ്റേഴ്സാണ്. ഇവരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ വാട്ട് ഡിഡ് ഷീ റിയലൈസ്, എന്താ അവർ തിരിച്ചറിഞ്ഞത്? ഷീ റിയലൈസ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, ഗേൾസ് വിത്ത് സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്. അവളപ്പോൾ ഉള്ള ആളുകൾ, അവളുടെ പിന്നെ പെൺകുട്ടിയാണ് അവൾ, അവളുടെ സ്കിന്നിൻ്റെ നിറം എന്താ? ചോക്ലേറ്റിൻ്റെ നിറമാണ്, ബ്രൗണാണ്, ഡാർക്ക് ബ്രൗൺ ആണ്, ഒരു ബ്ലാക്കിനോട് അടുത്ത് നിറമാണ്, ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക, ചോക്ലേറ്റിൻ്റെ നിറമാണ്. ഹുസ് കിങ്കി ഹെയർ കുഡ് നോട്ട് ഫോം പോണി ടെയിൽസ്, അവളുടെ ആ ചുരുണ്ട മുടി മറ്റ് ബ്രിട്ടീഷ് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ അമേരിക്കൻ പെൺകുട്ടികളുടെ മുടി കെട്ടിവെക്കുന്നത് പോലെ പോണിറ്റൈലിൻ്റെ രൂപത്തിലാക്കാൻ പറ്റൂല. അങ്ങനത്തെ മുടിയുള്ള നമ്മുടെ പിന്നെ ആദിച്ചി. കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ, അവർക്കും ഏതിൽ സ്പേസ് ഉണ്ട്, സാഹിത്യത്തിൽ സ്പേസ് ഉണ്ട്, നിലനിൽക്കാൻ പറ്റുന്നു. ഈ ആഫ്രിക്കൻ റൈറ്റേഴ്സിൻ്റെ വായിച്ചപ്പോഴാണ് ഒക്കെ മനസ്സിലായത്. ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് തിങ്സ് ഐ റെക്കഗ്നൈസ്. അതിനുശേഷം പിന്നെ അവൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങിയ, എഴുതാൻ തുടങ്ങി. അപ്പോൾ അവളെ പിന്നെ ഈ സിംഗിൾ സ്റ്റോറി ഓഫ് ബുക്സ് നിന്ന് രക്ഷപ്പെടുത്തുന്നത് ആരാണ്? ആഫ്രിക്കൻ റൈറ്റേഴ്സായ ഷിനുവ അച്ചേബയും അതുപോലെ തന്നെ ആരുവാണ് ഖമറാലയുടെ പുസ്തകങ്ങളാണ്. റെഡിയല്ലേ? ഐ ലവ്ഡ് ദ അമേരിക്കൻ ബുക്സ്. പക്ഷെ നന്ദിയുള്ള രീതിയിൽ അവൾ പറയുന്നത്. പക്ഷെ അവൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നില്ല? അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങൾ അവർ കുറ്റപ്പെടുത്തുന്നില്ല. അവൾ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങൾ അവർ സ്നേഹിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? 2 കാര്യമാണ് അവൾ ആ പുസ്തകങ്ങൾ അവൾക്ക് ചെയ്തു കൊടുത്തത്. ഒന്ന്, ബ്ലെസ്ഡ് മൈ ഇമാജിനേഷൻ, അവളുടെ ഏതിനെ ഇളക്കി, ഭാവനയെ ഇളക്കി എന്ന് പറഞ്ഞാൽ അതിനെ ഉത്തേജിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ്സ് ഫോർ മീ, അവൾക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുത്തു. ആ 2 കാര്യം ശ്രദ്ധിക്കേണ്ട കേട്ടോ. ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ്, പുസ്തകം എന്താണ് എന്ന ആ ഒരു ഇതിൽ നിന്ന് എന്ത് ചെയ്തു? ആഫ്രിക്കൻ റൈറ്റേഴ്സാണ് അവളെ രക്ഷിച്ചത്. എളുപ്പമല്ലേ മക്കളെ? ഈസി അല്ലേ? ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫ് കാര്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് അവൾ പുസ്തകത്തെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറിയും രക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ഒറ്റ ആശയമാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാരഗ്രാഫുകൾ കേട്ടോ. റൈറ്റ്, നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ കുറച്ച് വാക്കുകളുണ്ട്, നോക്കണേ. കൺവെൻഷനൽ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ലി ഓർ ഓവർലി കൺസേൺ വിത്ത് വാട്ട് ഈസ് ജനറലി ഹെൽഡ് ടു ബി സോഷ്യലി അക്സെപ്റ്റബിൾ ഓർത്തഡോക്സ് ട്രഡീഷണൽ, പരമ്പരാഗതമായ മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പൊതുവെ ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുക? കൺവെൻഷൻ എന്ന് പറയാം. അഡ്മിനിസ്ട്രേറ്റർ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. മാനേജർ അപ്പോൾ ഉള്ള ആളാണ്. ലിവിൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ താമസിച്ചിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഡൊമസ്റ്റിക് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പണിയെടുക്കുന്ന ആളാണ് ലിവിൻ. ഡൊമസ്റ്റിക് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സെർവൻ്റ് എന്നുള്ള സെൻസേ ഉള്ളൂ, വേലക്കാരെന്നുള്ള അർത്ഥമേ ഉള്ളൂ. യാം എന്ന് പറഞ്ഞാൽ നേർക്ക് എഡിബിൾ സ്റ്റാച്ചി ട്യൂബ് ഓഫ് എ ക്ലൈംബിംഗ് പ്ലാന്റ് ദാറ്റ് ഈസ് വൈൽഡ്ലി ഗ്രോൺ, ഇങ്ങനെ ഡിക്ഷണറി കാണുന്നത്. നോർത്ത് അമേരിക്കയിൽ സ്വീറ്റ് പൊട്ടറ്റോ, ചക്കരക്കിഴങ്ങ് എന്നാണ് എന്തായാലും പറയും, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നതിന് പറയാറുണ്ട്. പൊതുവിൽ പിന്നെ കാച്ചിൽ, പിന്നെ ചേന, ചെറുകിഴങ്ങ്, അതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് യാം. പിന്നെ എലിഫൻ്റ് യാം എന്ന് പറഞ്ഞാൽ ചേനയാണ്. ഇപ്പോൾ ഇവിടെ നോർത്ത് അമേരിക്കൻ ആയതുകൊണ്ട് സ്വീറ്റ് പൊട്ടറ്റോ എന്നൊക്കെ സെൻസ് ആയിരിക്കുക ഉദ്ദേശിക്കുന്നുണ്ടാവുക. മധുരക്കിഴങ്ങ്, കാച്ചിലില്ല, കാവത്തു എന്നൊക്കെ പറയുന്ന സാധനത്തിലൊക്കെ ആയിരിക്കും അത് പറയുന്നുണ്ടാവുക. ഇനോമസ് എന്ന് പറഞ്ഞാൽ വടവലിയ എന്നാണ്. ഡൈഡ് സ്പെല്ലിങ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡി വേറെ ഡൈഡാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇത് കളർ പൂശിയ എന്ന അർത്ഥം. റാഫിയ ഒരു മെറ്റീരിയൽ, ഒരു സാധനമാണ്, നമുക്ക് കാണാതെ. പിന്നെ സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഷോയിങ് സഡൻ ഷോക്ക് ഓർ അലാം, പെട്ടെന്ന് ഞെട്ടലിനാണ് സ്റ്റാർട്ടിൽ എന്ന് പറയുക. സ്റ്റാർട്ടിൽഡ് പറഞ്ഞാൽ ഞെട്ടിയ എന്നാണ്, സ്റ്റാർട്ടിൽ ഞെട്ടുക എന്നാണ്. ഒക്കർ ടു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ഫ്രേസാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നാണ്. ക്ലിയർ ആയില്ല മക്കളെ? ശ്രദ്ധിക്കണം കേട്ടോ. നൗ യു ക്യാൻ സീ ദിസ് ഈസ് റാഫിയ ആൻഡ് ദിസ് ഈസ് ബാസ്ക്കറ്റ് ഓഫ് റാഫിയ ആൻഡ് ദിസ് ഈസ് യാം. ഓക്കെ ഡിയേഴ്സ്, ക്ലിയർ അല്ലേ? ഓക്കെ, എളുപ്പം നമുക്ക് ചർച്ച ചെയ്യട്ടെ. സിമ്പിളാണ് കേട്ടോ മക്കളെ. ഐ കം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി, ഒരു മധ്യവർഗത്തിൽപ്പെട്ട പിന്നെ വളരെ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, നൈജീരിയൻ കുടുംബത്തിൽ നിന്നാണ് ആദിച്ചി വരുന്നത്. റെഡിയല്ലേ? എന്ന് പറഞ്ഞാൽ വളരെ വിപ്ലവവും കാര്യങ്ങളും പ്രസംഗിച്ച് കിടക്കുന്ന, അതല്ലെങ്കിൽ അങ്ങനെ ഒരു അറബിലിസായ അങ്ങനത്തെ ഒരു ഏതല്ല കുടുംബത്തിൽ നിന്നല്ല. ക്ലിയർ അല്ലേ? പരമ്പരാഗത കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന മധ്യവർഗത്തിൽപ്പെട്ട ഒരു നൈജീരിയൻ കുടുംബത്തിൽ നിന്നാണ് വന്നത്. വാട്ട് വാസ് ഹെർ ഫാദർ? ഫാദർ വാസ് വാട്ട് വാസ് ഹെർ ഫാദർ ഡൂയിങ്? ഹെർ ഫാദർ വാസ് എ പ്രൊഫസറാണ്. അമ്മ ആരാണ്? മദർ വാസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ആൻഡ് സോ വി ഹാഡ് ആസ് വാസ് ദ നോം, അതുകൊണ്ട് തന്നെ അന്നത്തെ അവിടുത്തെ ഒരു ചട്ടം അല്ലെങ്കിൽ നിയമം, അവിടുത്തെ രീതി എന്തായിരുന്നു? ലിവിങ് ഡൊമസ്റ്റിക് ഹെൽപ്പുകൾ ഉണ്ടായിരുന്നു. ഒരു മധ്യവർഗത്തിൽപ്പെട്ട ഒരു ഫാമിലി ആകുമ്പോൾ അങ്ങനെ നിർത്തുമായിരുന്നു. അങ്ങനെ ഇവർക്കുണ്ടായിരുന്നു ഒരു വേലക്കാരനുണ്ടായിരുന്നു, വീട്ടിൽ താമസിക്കുന്ന വേലക്കാരനുണ്ടായിരുന്നു. അവർ മിക്കവാറും എവിടുന്ന് ആവുക?
ഹൂ വുഡ് ഓഫൺ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്, ഗ്രാമീണമായ തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ ഡൊമസ്റ്റിക് ഹെൽപ്പുകൾ വരിക, വേലക്കാർ വരിക. സോ ദ ഇയർ ഐ ടേൺഡ് 8 വയസ്സായ ആ കൊല്ലം വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്, പുതിയ ഹൗസ് ബോയിനെ കിട്ടി. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ഹിസ് നെയിം വാസ് ഫിദെ എന്നായിരുന്നു പേര്. ദി ഓൺലി തിങ് മൈ മദർ ടോൾഡ് us about him was that his family was poor. ഒരൊറ്റ കാര്യം ആ ഫിദൻ്റെ ഫാമിലിയെക്കുറിച്ച് അമ്മ പറഞ്ഞു കൊടുത്തുള്ളൂ. എന്താ അത്? അവന് വളരെ, അവൻ്റെ കുടുംബം ഇവിടെ പാവാന്നാണ്. മൈ മദർ സെഡ് യാംസ് ആൻഡ് റൈസ് ആൻഡ് ഓൾഡ് ക്ലോസ് ടു ഹിസ് ഫാമിലി. ഇവരെ അമ്മ സിമ്പതറ്റിക്കാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, യാംസ് ഭക്ഷണങ്ങളും അതുപോലെ റൈസ്, അരി, അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങളൊക്കെ അവരുടെ കുടുംബത്തിന് അയച്ചു കൊടുക്കും. ആൻഡ് വെൻ ഐ ഡിഡ്ന്റ് ഫിനിഷ് മൈ ഡിന്നർ, ഭക്ഷണം കഴിക്കാക്കുമ്പോൾ എന്താ അമ്മ പറയുക? മൈ മദർ വുഡ് സേ ഫിനിഷ് യുവർ ഫുഡ്, ഭക്ഷണം തീർത്തള, നിങ്ങൾക്കറിയില്ലേ, ഡോണ്ട് യു നോ, നിങ്ങൾക്കറിയില്ലേ, പീപ്പിൾ ലൈക്ക് ഫിദേസ് ഫാമിലി ഹാവ് നത്തിങ്, ഇത്ര ആളുകൾക്കൊന്നും തിന്നാനില്ല എന്നാ അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? ഇത് അപ്പം പിന്നെ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ഫലം എന്താ ഉണ്ടായത്? സോ ഐ ഫെൽറ്റ് ഇനോമസ് പിറ്റി ഓൺ ഫോർ ഫിദേസ് ഫാമിലി. അതുകൊണ്ട് തന്നെ ഫിദൻ്റെ കുടുംബത്തിന് വല്ലാത്തൊരു സഹതാപമാണ് ഇവർക്ക് ഉണ്ടായതെന്നാണ്. റെഡിയല്ലേ? അപ്പോൾ അത് സംഭവം ഈ കഥയിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കണം. പക്ഷേ നമുക്കറിയേണ്ടതാണ്, നമ്മുടെ രാജ്യത്തടക്കം ഏതാണ്ട് കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പം നമ്മൾ കിട്ടുന്ന ഭക്ഷണമൊക്കെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. റെഡിയല്ലേ? പിന്നെ ദെൻ ഇവൻ്റെ കണക്കനുസരിച്ചൊക്കെ കോടിക്കണക്കിന് നമ്മുടെ രാജ്യത്ത് തന്നെ എടുത്ത് പറയുന്നുണ്ട്, കണക്കുകൾ വരുന്നുണ്ട്, നമുക്കറിയായിരിക്കും, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ലോകത്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ അനാവശ്യമായ യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹത്തിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളുടെ സാമ്രാജ്യത്തിന് തമ്മിലടിപ്പിച്ചിട്ട് ഒരുപാട് അഭയാർത്ഥികൾ ഉണ്ടായിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്, നമുക്കറിയുന്നതാണത്. അപ്പോൾ പിന്നെ അതിനൊക്കെ കണ്ടമാനം ആളുകൾ പട്ടിണി കിടക്കാൻ, സ്റ്റാർവേഷൻ, ലക്ഷക്കണക്കിന് കുട്ടികൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് കുട്ടികൾ തന്നെ ഭക്ഷണം കിട്ടാതെ മരണത്തിൻ്റെ വക്കിലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാണേണ്ടതുണ്ട്. റെഡിയല്ലേ? ദെൻ വൺ സാറ്റർഡേ വി വെൻറ്റ് ടു ഹിസ് വില്ലേജ് ടു വിസിറ്റ് ആൻഡ് ഹിസ് മദർ ഷോഡ് അസ് അത് ടു വിസിറ്റ്, അതൊരു ഒരാശയാണ്. ഒരു ശനിയാഴ്ച അവരെ ഗ്രാമം സന്ദർശിക്കാൻ വേണ്ടി പോയി, റെഡി കാണാൻ വേണ്ടി പോയി, അവരെ കാണാൻ. ആൻഡ് ഹിസ് മദർ ഷോഡ് ആസ് എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺഡ് ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ. അമ്മ അവർക്ക് എന്ത് കാണിച്ചു കൊടുത്തു? നല്ല പാറ്റേണുള്ള, ഭംഗിയുള്ള പാറ്റേണൊക്കെ ഉള്ള ഒരു കളറിൽ പൂശിയ റാഫിയെ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ട കാണിച്ചു കൊടുത്തു. ദാറ്റ് ഇസ് ബ്രദർ ഹാഡ് മെയ്ഡ്. ആരാ ഉണ്ടാക്കിയത്? ഫിദൻ്റെ ബ്രദറാണ്. ഐ വാസ് സ്റ്റാർട്ടിൽഡ്, ഷി വാസ് ഷോക്ക്ഡ്. അത് ഞെട്ടിപ്പോയി. എന്താ കാരണം? ഇറ്റ് ഹാഡ് നോട്ട് ഒക്കേർഡ് ടു മീ that anybody in his family could actually make something. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവിടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. All I heard about them was how poor they were. അവർ എത്ര പാവാന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. So that it had become impossible for me to see them as anything else but poor. അതുകൊണ്ട് പാവമില്ലാത്ത എന്തെങ്കിലുമായിട്ട് കാണാൻ, അവരെ കാണാനുള്ള അവർക്ക് അസാധ്യമായിരുന്നു. അങ്ങനത്തെ ഒരു പിക്ചർ, എന്താ പറയുക, സ്റ്റീരിയോ ടൈപ്പ് അവർ മനസ്സിൽ ഫോം ചെയ്തിരുന്നു. റെഡിയല്ലേ? ദെയർ പോവർട്ടി വാസ് മൈ സിംഗിൾ സ്റ്റോറി ഓഫ് ദം. അവരുടെ ദാരിദ്ര്യം മാത്രമാണ് ഇവരുടെ ഒരു സിംഗിൾ സ്റ്റോറി. ക്ലിയർ അല്ലേ മക്കളെ? രണ്ടാമത്തെ സിംഗിൾ സ്റ്റോറി കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ സിംഗിൾ സ്റ്റോറി ഓഫ് പിന്നെ ആദ്യത്തെ സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിദെ ആൻഡ് ഫിദേസ് ഫാമിലിയാണ്, ഹിസ് ഫാമിലിയാണ്. അതെങ്ങനെയാണ് അവർ തിരുത്തിയത് കാര്യങ്ങൾ. ഓക്കെ ആയി? ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിക്കണം നല്ല കേട്ടോ. നൗ വി ഹാവ് സീൻ ഓൾ ദീസ് തിങ്സ്. പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കിയാലോ. But she started reading books by African authors like Chinua Achebe and Kamerale. She realized that people like her could also exist in books, and this saved her from having a single story of what books are. When he turned 8, her middle class family got a new houseboy named Fide. The only thing her mother told about him was that his family was very poor. She sent yams and rice and old clothes to his family. When Adichi didn't finish her dinner, her mother reminded her about Fide's poverty. But one Saturday, when she went to his village, his mother showed her a beautiful basket made by his brother. She was startled. The poverty was the only story of them. Clear അല്ല മക്കളെ? വളരെ സിമ്പിളാണ്, എഴുതിയെടുക്കേണ്ടതാണ്, അറിയാലോ. അല്ല ആദ്യത്തെ അസൈൻമെൻറ്റ് ഇത് അതൊക്കെ വളരെ ഈസി, ഞങ്ങൾക്ക് തന്നെ വായിച്ച് ചെയ്താവുന്നതേ ഉള്ളൂ. ഞാൻ വായിച്ച് കാണിച്ചിട്ടുണ്ട്, ഉത്തരം കാണിച്ചിട്ടുണ്ട്, ചെയ്യാവുന്നത്. ഷീ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ബുക്സ് ബൈ ദെയർ വെരി നേച്ചർ ഹാഡ് ടു ഹാവ്, അതിൽ ആരുണ്ടാവേണ്ടത് എന്നാണ്. And when Adichi read books of Chinua Achebe and Kamerale, she realized that the characters like her dash. അതെങ്ങനത്തെ ആളാണ് നമുക്കറിയാത്.
അതേപോലെ ഡാഷ് ആൻഡ് ഡാഷ് സ്റ്റിർഡ് ഹെർ ഇമാജിനേഷൻ. ഇവിടുത്തെ പുസ്തകങ്ങളാണെന്നൊക്കെ വായിച്ചാൽ കിട്ടും. ഷീ ബിലോങ് ടു എ എങ്ങനത്തെ ഫാമിലിയിൽപ്പെട്ട ആളാണ്. ഹെർ ഫാമിലി വാസ് എ ഡാഷ് എങ്ങനത്തെ ഫാമിലി. ഫാദർ ആരാണ്? സോറി, ഹെർ മദർ വാസ് ആൻഡ് ഡാഷ് ആരാണ് എഴുതുന്നുണ്ട്. ഡാഷ് വാസ് ദിയർ ഹൗസ് ബോയ്. അവരുടെ പേരെന്താണ്? ഫിദെ വാസ് വെരി പുവർ. വാസ് സിംഗിൾ സ്റ്റോറി. എന്താണ് ആരെക്കുറിച്ചുണ്ടായത്? സിംഗിൾ സ്റ്റോറി. നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ചിട്ട് എഴുതണം. ഇനി ശേഷം യു ക്യാൻ കമ്പയർ യുവർ ആൻസേഴ്സ് വിത്ത് ദിസ് വൺ. റെഡി അല്ലേ? Now next assignment is discuss how the reading of different types of books influenced ആദിത്യ. ആദിത്യ എങ്ങനെയാണ് ആ ഒരു പുസ്തകം വായിച്ച വ്യത്യസ്ത വായനകൾ സ്വാധീനിച്ചതെന്നാണ്. പാരഗ്രാഫ് എഴുതാനാണ്. നമുക്കറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഒന്ന് കമ്പയർ ചെയ്യുക. ഉത്തരവായിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ടോപ്പിക് സെൻറ്റൻസ് പോലെ ഉണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, നല്ലൊരു കൺക്ലൂഷനുണ്ട്. റെഡി അല്ലേ? പിന്നെ ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് ഹെർ ഫ്രം സിംഗിൾ സ്റ്റോറി ഓഫ് ബുക്സ് ഷീ ഹാഡ് എന്നാണ് കേട്ടോ. അടിയിൽ ഹാഡ് ആണ്. എളുപ്പമാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. വായിച്ചു നോക്കുമല്ലോ, എളുപ്പമാണ് കേട്ടോ, സിമ്പിളാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കിയാൽ മതി, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത്. അടുത്തത് ആദിത്യൻ്റെ സിംഗിൾ സ്റ്റോറി, ഫിദയെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നത്. പിന്നെ അവരവിടെ ചെന്നപ്പോൾ വ്യത്യസ്തമായൊരു കാര്യം മനസ്സിലായത്. അന്ന് അവരെന്താ ഡയറി എഴുതുക എന്നാണ്. ഡയറി എഴുതാനൊക്കെ നമുക്കറിയാം, ഞങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഒന്ന് ഒത്തു നോക്കുക. ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ പിന്നെ എല്ലാ സംഗതികളും കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ തന്നെ ആണെന്നില്ല, ട്യൂസ്ഡേ എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റാം, അതുപോലെ 10 PM എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റാൻ സംഗതി ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു തുടക്കമുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫീലിംഗ് ഉണ്ട്, അതിനുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്, അതുപോലെ നല്ലൊരു കൺക്ലൂഷൻ ഉണ്ട്, എല്ലാ സംഗതി ഉണ്ട്. വായിച്ച് നോക്കി നിങ്ങൾ കമ്പയർ ചെയ്യണം. ഇത് എഴുതുന്ന ആളെ പേര് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ, കുഴപ്പമുണ്ടാവില്ലല്ലോ. നൗ ഡിയേഴ്സ്, അടുത്തത് ഇപ്പം ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള അസൈൻമെൻറ്റുകൾ. ഇതൊരു 2 എണ്ണം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള 2 കോൺവെർസേഷനാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കുക. നിർബന്ധം എഴുതണം, നിർബന്ധമില്ല ചെയ്യുക. അങ്ങനെ കുറേ പരിചയപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് വിടുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.